കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ ബെഡ്റൂമില് സക്കരിയാക്കാന്റെ കൂടെ ഇരുന്നിട്ട് ഒരു അക്യുപഞ്ചറിസ്റ്റിന്റെ സഹായത്തോടെ ഞങ്ങളുടെ വീട്ടിൽ പ്രസവിച്ചു. എന്തൊരു സന്തോഷം മുഖത്ത് നോക്കിയേ. അല്ലാത്ത സംഭവം. ഭർത്താവ് സക്കീർ ഖാന്റെ മുന്നിൽ നിന്നൊക്കെ ഇപ്പം ചിരിക്കുക. ഒരു ചെറിയ തിരുത്ത്. മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്നും പ്രസവം എടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷമാണ്, മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു കണക്ക് ഇതിനോടകം ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിന്റെ കീഴിൽ നിന്ന് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് 1300-ൽ പരം സ്ത്രീകൾ പ്രസവിച്ച് വീട്ടിനകത്ത് വെച്ചാണ്. അക്യുപഞ്ചർ ആണ് ഇവിടെ കൃത്യമായ വില്ലൻ. ഒരു അക്യുപഞ്ചറിസ്റ്റിന്റെ ഒരു സഹായത്തോടു കൂടി വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്നാണ് ഈ ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ നാളെ ഒരു ക്യാൻസർ പോലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലേക്കൊന്നും പോകരുത്, വീട്ടിൽ നിന്ന് ചികിത്സിക്കുക. അതുകൂടാതെ തന്നെ എന്ത് അസുഖം തന്നെ കൈയും കാലമൊക്കെ ഒടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടി വീട്ടിനകത്ത് തന്നെ ഇരിക്കുക. പ്രസവം എന്ന് പറയുന്ന ഒരു സംഭവം അത് അത്രക്ക് വേദനയുള്ളൊരു കാര്യവും അത്ര അപകടം നിറഞ്ഞതുമായിട്ടുള്ളൊരു കാര്യം. അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യവും വീട്ടിൽ നിന്ന് ചെയ്യാം. ഇതിനെ അനുകൂലിക്കുന്ന, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളെ കമന്റ് ബോക്സുകളിൽ കാണാറുണ്ട്. നിങ്ങൾക്കൊന്നും ബോധമില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഇവരിത് മുഴുവൻ പറയണതൊന്ന് കേൾക്കാം. ഞാനിപ്പോ ഹോസ്പിറ്റലിലും പ്രസവിച്ചു, വീട്ടിലും പ്രസവിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് തളരുന്നുണ്ട്. അവിടെ ഇപ്പോ വേദന മരുന്ന് വെച്ചിട്ട് വേദന വരുത്തിക്കുന്നുണ്ട്, നിർബന്ധപൂർവ്വം പുഷ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ സ്റ്റിച്ച് ഇടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ഞാൻ പ്രസവിച്ചപ്പോ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പുഷ് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല, പുഷ് ചെയ്തിട്ടില്ല ഞാൻ. അവസാന ലാസ്റ്റ് സമയത്ത് കുട്ടി പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ വേദന, അത് മാത്രമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പ്രയാസങ്ങൾ ഹോസ്പിറ്റലിൽ സഹിക്കേണ്ടി വരുന്നോണ്ടായിരിക്കും അപ്പോ സ്ത്രീകൾക്ക് പ്രസവത്തോടുള്ള ഒരു വിമുഖത എന്നാണ് നീ പറയുന്നത്. അതെ അത് തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായിട്ടും പേടിക്കും. ഇപ്പോ ഞാനിവളുടെ ഹോസ്പിറ്റലിലെ പ്രസവം കണ്ടു, അതുപോലെ തന്നെ വീട്ടിലെ പ്രസവം അടുത്ത് ഉണ്ടായി കണ്ട്. അത് എനിക്ക് തന്നെ പ്രസവം എടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യവും, ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇവൾ പ്രസവിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുവെ പെൺകുട്ടികൾ പ്രസവിക്കുമ്പോൾ നട്ടലുണ്ടോ പിണറായി വിജയ ഇങ്ങനെയുള്ള ആളുകളെ, തെറ്റായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ പിടിച്ച് അകത്തിടാൻ അങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്യുക. ആരോഗ്യ വകുപ്പിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്തരം രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് നേരെ നിങ്ങൾ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? ഇപ്പൊ നിങ്ങൾ ഔദ്യോഗികമായി കണക്ക് വിട്ടുന്നു, 1300-ൽ പരം ആളുകൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പ്രസവിച്ചത്. കോട്ടയം ജില്ലയിൽ 40 പേര് എല്ലാവരും അക്യുപഞ്ചർ പഠിച്ചു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രസവം എടുക്കുന്നു എന്നുള്ള വലിയ അപകടം പിടിച്ച കാര്യമാണ്. എന്തുകൊണ്ട് അപകടം പിടിച്ച കാര്യമാണെന്ന് പറയുന്നത് പ്രധാനമായിട്ടും പണ്ട് കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്ന ആ സ്ത്രീകളുടെ ആരോഗ്യം, അവർ കഴിക്കുന്ന ഭക്ഷണ രീതിയൊക്കെ, അതുകൂടാതെ തന്നെ അവർ ചെയ്യുന്ന ഹാർഡ് വർക്കിനെ കുറിച്ചിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഈ കാലഘട്ടത്തിൽ ഫാസ്റ്റ് ഫുഡ്, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് എന്നല്ല ഏതൊരു ഭക്ഷണമാണെങ്കിലും മായം ചേർക്കാത്ത ഭക്ഷണം ഇല്ല എന്നുള്ളതാണ്. അത്ര അപകടം പിടിച്ച ആരോഗ്യനിലയിലുള്ള ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പ്രസവിച്ചുകൊണ്ട് അങ്ങ് പറയാണ്. ആളുകൾ തന്നെ കേട്ട് വിശ്വസിച്ച് വീട്ടിൽ നിന്നാണ് ചെയ്യും. ഇപ്പൊ 5ാമത്തെ പ്രസവത്തിൽ ആ സ്ത്രീ മരണപ്പെട്ടു. ആളെ പിടിച്ചു. ഇന്നിപ്പോ പോലീസുകാർ വീട്ടിൽ വന്നിട്ട് തെളിവെടുപ്പും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ആ ഒരു സ്ത്രീ മരിക്കുന്നതിന് മുന്നേ അവർ ഉപയോഗിച്ചിരുന്ന ആ വസ്ത്രം മുഴുവൻ ആളെടുത്ത് കൊണ്ടൊരു കുഴിവെട്ടി മൂടിയിട്ടുണ്ട്. ഒക്കെ ഫോറൻസിക് വന്ന് അതൊക്കെ തോണ്ടി പൊക്കിയെടുത്ത് അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഈ ഒരു തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തി ഈ ദമ്പതികൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? കേസ് എടുക്കുക തന്നെ വേണം. ഇത് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നിയമവിരുദ്ധമാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അമ്മയും കുഞ്ഞും എന്ന് പറയുന്ന ഒരു ആശുപത്രിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പൊ അതിലൊരാളൊരു അഭിപ്രായം പറഞ്ഞു. അവർ പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് മരുന്ന് വാങ്ങിയാലോ അങ്ങനെ എന്തോ ഒരു സംഭവം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിർബന്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പോലീസ് കേസ് കൊടുക്കുക, അത് കൃത്യമായി കോടതിയിൽ എത്തിക്കുക, അത് ആരോഗ്യവകുപ്പിനെ അറിയിക്കുക. അവരെ ജോലി നിന്നും മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഓക്കെ, ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, ആ ഒരു കുഞ്ഞ് ഭ്രൂണമാവുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം, ആ കുട്ടിയുടെ അവകാശങ്ങൾ ഇവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് കുട്ടിയെ ഭ്രൂണഹത്യ പോലും നടത്താൻ നമ്മുടെ രാജ്യം സമ്മതിക്കാത്തത്. അങ്ങനെ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ അടിവര ഇട്ടുകൊണ്ട് പറയുമ്പോൾ ഞാനതിന് പഠനം നടത്താൻ ശ്രമിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും എനിക്ക് സങ്കടം തോന്നി. അത് അവർ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്.
നിങ്ങൾ ആരാണ് ഈ രീതിയിൽ തെറ്റായ രീതിയിൽ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതിൽ മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മതപണ്ഡിതന്മാരും ഇതിൽ ഇടപെടൽ നടത്തണം. തീർച്ചയായിട്ടും ഇതിനെ കൃത്യമായ ബോധവൽക്കരണം അംഗനവാടി ടീച്ചർ മുഖാന്തരം, ആശാ വർക്കർമാർ മുഖാന്തരം ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മതപണ്ഡിതന്മാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുക. ഇത് ആരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയെടുക്കുന്നതും വീട്ടിൽ നിന്ന് പ്രസവിക്കാവൂ എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് അപകടമാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് എന്തായാലും ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കണക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. യെസ്, നമ്മളിപ്പോൾ കണ്ട വീടിനുള്ളിൽ പ്രസവം നടത്തി എന്നത് അവകാശപ്പെട്ടുകൊണ്ട് അവർ നൽകുന്ന ഒരു വീഡിയോ സന്ദേശമാണ്. യൂട്യൂബിലും മറ്റും വളരെ സജീവമായി പ്രചരിക്കുന്ന ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീഡിയോയിൽ അവകാശപ്പെടുന്നത് ആശുപത്രിയിൽ പോയി അതിൻ്റെ സങ്കീർണതകളിലേക്ക് എന്തൊരു പോകണം, വീടിനുള്ളിൽ തന്നെ പ്രസവം നടത്താൻ കഴിയുമെന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അക്യുപഞ്ചർ ചികിത്സാ രീതിയാണ് ഇക്കാര്യത്തിൽ ഇവർ ഫോളോ ചെയ്യുന്നതെന്നും ഇവർ പറയുന്നു. ഇത്തരമുള്ള നിരവധി ഗ്രൂപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമെന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഈ അക്യുപഞ്ചർ ചികിത്സാ രീതി നിരോധിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനൊരു കടിഞ്ഞാണിടണം. ഇവർ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് പഠിച്ചിട്ട് ഇവരെന്തോ ഒരു സംഭവമാണെന്ന രീതിയിൽ ഇത് നാളെ വീട്ടിന്റെ അകത്ത് പോയി പ്രസവവും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്. ഇതിനെ കൃത്യമായി തടയിണ വെക്കേണ്ടത് അത് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റുമാണ്. ഇങ്ങനെ അക്യുപഞ്ചർ പഠിപ്പിക്കുകയും അക്യുപഞ്ചർ പഠിച്ച ആളുകൾക്ക് ഇങ്ങനെ ചികിത്സ ചെയ്യാനും കഴിയുമെന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അതിനൊരു തടയിണ വയ്ക്കുക തന്നെ വേണം. ഇത് ഏത് രീതിയിലാണ് ഇവർ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു ബലത്തിന്റെ മുകളിൽ പോയി പ്രസവിക്കുക. ഒരു സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? അതായത് ആദ്യ പ്രസവം ആശുപത്രിയിൽ എടുത്തപ്പോൾ വേദനയ്ക്ക് വേണ്ടി മരുന്ന് തന്നു, അതുകൊണ്ട് വേദനിച്ചു, അതാണ് ഇതാണ്, അതുകൊണ്ട് രണ്ടാമതൊരു പ്രസവത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന്. അങ്ങനെ വേദന അനുഭവിച്ചു എന്ന് തോന്നിയ ഒരാൾ പിന്നെ വീട്ടിൽ നിന്ന് പ്രസവിക്കാനാണോ നോക്കുക? അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവിടെ അത്ര സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ബ്ലഡിന്റെ ആവശ്യം വരികയാണെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ ആളുണ്ട്. എല്ലാത്തിനും ആളുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടെ എടുത്തിട്ടാണ് ബ്ലഡ് കൊടുക്കുക? ഇപ്പൊ കഴിഞ്ഞ ദിവസം മരിച്ച ആ ഒരു സ്ത്രീ മരണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം രക്തം വാർന്നുകൊണ്ട് മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മരണങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആശുപത്രി തന്നെ പോകണം. എന്തായാലും പുറത്തു വരുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വീടുകൾക്കുള്ളിൽ പ്രസവം നടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതിൽ ഏറ്റവും അധികം മലപ്പുറം ജില്ലയിലാണ് എന്നതാണ് സാഹചര്യം. കണ്ടില്ലേ, മലപ്പുറം ജില്ല ആ ഒരു കാര്യത്തിൽ അങ്ങ് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതിനെ കൃത്യമായി ഇടപെടൽ നടത്തി പഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങണം ഈ പരിപാടി. ഇതിനെ ഒരു ബോധവൽക്കരണം കൊടുക്കണം. ഇതിനെ മതപരമായിട്ടുള്ള ഒരു തെറ്റായ ധാരണയിലൂടെ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അതിനെയും നമ്മൾ മാറ്റി എഴുതുക വേണം. 5ാമത്തെ പ്രസവത്തിൽ ഭാര്യ മരിച്ചില്ലേ, അതിന് ഭർത്താവിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ചെറിയൊരു കലാപരിപാടി ഉണ്ട്, വീട്ടിലൊന്ന് കാണിച്ചു തരാം. ജിൽസി, ചട്ടിപ്പറമ്പിലെ ഈ വാടക വീട്ടിൽ തെളിവെടുപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതി സിറാജുദ്ദീനെ എത്തിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് നടക്കുന്നത്. നേരത്തെ മലപ്പുറം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സിറാജുദ്ദീനെ 4 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് മലപ്പുറം സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഇവിടെ എത്തി തെളിവെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്. ഇവിടെ പ്രസവത്തിന് ശേഷം അവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടിയ സ്ഥലമാണിപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിച്ച കൈക്കോട്ട് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പോലീസ് അതിന്റെ വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഒരു കൂസലും ഇല്ല, സ്വന്തം ഭാര്യയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഒരു കൂസലും ഇല്ലാതെ നിന്ന് ചിരിക്കുകയൊക്കെയാണ് ആള്. ഇതാണ് നമ്മുടെ നിയമത്തിനെ പോലും കൊഞ്ഞര കുത്തുന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊള്ളാം. നമുക്ക് എന്തായാലും ഈ ഒരു വീട്ടിൽ നിന്നുള്ള പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ കണക്ക് വരുന്നുണ്ട്. കണക്കൊന്ന് കാണാം. മലപ്പുറത്തിന് മാത്രമാണ് ഈ 1337 പ്രസവങ്ങൾ, അതും ആരോഗ്യ വകുപ്പിന്റെ കൈവശമുള്ള കണക്കാണത്. അത്രയും പ്രസവങ്ങൾ ആ 5 വർഷത്തിനുള്ളിൽ നടന്നു എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ മാത്രമാണ്. പക്ഷെ മറ്റു ജില്ലകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഇത്രയും വലിയ കണക്കുകൾ അല്ലെങ്കിൽ വലിയ നമ്പർ പ്രസവങ്ങൾ അവിടെ നടക്കുന്നില്ലെങ്കിൽ പോലും കോട്ടയത്താണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറവ് പ്രസവം നടത്തുന്നത്. 42 പക്ഷേ 2937 പ്രസവങ്ങളാണ് ഈ 5 വർഷത്തിനുള്ളിൽ ഈ സംസ്ഥാനത്താകമാനം വീട്ടിലെ പ്രസവം എന്നുള്ള നിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ആരോഗ്യവകുപ്പിന്റെ കയ്യിലുള്ള കണക്കാണ് കഴിഞ്ഞ 5 വർഷത്തിൽ. പക്ഷെ നമുക്ക് 2019 മുതലുള്ള കണക്ക് നോക്കിയാൽ ഈ ഓരോ വർഷവും ഈ കണക്കുകൾ ഏറുന്നതാണ്. കാരണം 2019-2020 അത് 467 ആയിരുന്നെങ്കിൽ 2023-24 523 അത് 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കിൽ അത് 200 കവിഞ്ഞു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന കണക്ക്. അങ്ങനെയാണ്. നമ്മുടെ ജില്ലയിൽ നിന്നും അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് തിരുത്തേണ്ടത്. നമ്മൾ നിരന്തരമായി മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന ആളുകളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അവിടെ നിന്നും ഒരു തെറ്റായ രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉണ്ടാവുന്ന വ്യാഖ്യാനങ്ങളെ തകർക്കേണ്ടത് നമ്മൾ ആവശ്യം തന്നെയാണ്. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ നമ്മൾ തന്നെയാണ് കൂടെ നിൽക്കുന്നത് എങ്കിൽ അത് തെറ്റായ ധാരണ തന്നെയാണ്.
ആരോഗ്യ വകുപ്പ് കൃത്യമായി ഇടപെടലുകൾ നടത്തുക തന്നെ വേണം. കൃത്യമായി ഇതിനെ ഇപ്പൊ മതപരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇതിനുള്ളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും ആളുകൾ അതിൻ്റെ ഇടയിൽ കമന്റ് ഇടുന്നത് ഈ ഒരു വിഷയത്തിന് എഗൈൻസ്റ്റ് ആയിട്ടാണ്. വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചാൽ മതി, ആശുപത്രിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഡോക്ടറെ കുറ്റവാളിയാക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു മുടന്ത് ന്യായീകരണങ്ങളാണ് എന്നുള്ള കാര്യമാണ്. ഇവിടെ ആ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെയും അവരുടെ ആയുസ്സിനെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ അനാവശ്യമായിട്ട് പൊട്ടത്തരങ്ങൾ ചെയ്യരുത്. ആശുപത്രിയിൽ തന്നെ പോവുക. ഇനി ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും ഒരു ഗൈനക്കോളജിസ്റ്റ് അയാൾ സ്ത്രീ തന്നെ വേണം, പുരുഷൻ വേണ്ട എന്നുള്ളത്. നിർബന്ധമായത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് അത്തരം ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാം. അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് വെക്കൂടെ? എന്താണ് ഇതിന്റെ ഒരു പ്രശ്നമുള്ളത്? ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ മരുന്നും കാര്യങ്ങളും കിട്ടും, വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതിനൊക്കെ എതിരെ വലിയ രീതിയിൽ ഇപ്പോൾ ഉള്ളി സുര കഴിഞ്ഞ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ വാക്സിനേഷനെ എതിർക്കുന്ന ആളുകളുണ്ട് എന്നൊക്കെയാണ്. അപ്പൊ ഇത്തരം ധാരണകളെ ഇതൊക്കെ ശരിവെക്കുന്ന രീതിയിൽ വീട്ടിനകത്തു നിന്നുള്ള പ്രസവം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് മാറുമ്പോൾ സത്യം പറയട്ടെ, നമ്മുടെ നാടിനെ എത്ര നമ്മൾ നന്നാക്കി എടുക്കാൻ ശ്രമിച്ചാലും അതിന്റെ അപ്പുറത്ത് കൂടെ നശിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. ഞാൻ നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ ഒരു കാര്യം ഒരു ഖേദം പ്രകടിപ്പിക്കുകയാണ്. മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നു എന്നുള്ള ഒരു കാര്യം വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. അത് ശരിയാണ് എങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. അതുകൂടാതെ തന്നെ ആരോഗ്യ വകുപ്പിനെയൊക്കെ നിങ്ങൾ കൊഞ്ഞലം കുത്തുന്നതിന് തുല്യമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി ഒരു പെയിൻ റിലീഫിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഒരിക്കലും ചൈനയിലാണ് ഇത് കണ്ടെത്തുന്നതെങ്കിലും ചൈനയിൽ പോലും അക്യുപഞ്ചർ ചികിത്സാ രീതി പ്രസവത്തിന് ഉപയോഗിക്കുന്നില്ല. പ്രസവാനന്തര ചികിത്സയൊക്കെ ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജിന്റെ അടുത്ത് ചെന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അത് തെറ്റായ രീതിയിൽ ആരാണ് വ്യാഖ്യാനിക്കുന്നത് അവരെ എല്ലാവരെയും തുരങ്കിൽ അടക്കുക തന്നെ വേണം. ഇത്തരം രീതിയിൽ വീട്ടിൽ നിന്ന് പ്രസവിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ഇന്ത്യൻ ഭരണഘടന ഏത് രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ വേണം. വേറൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകണ്ട എന്ന് കരുതിക്കൊണ്ടാണ്. ഓക്കെ, പരമാവധി ഷെയർ ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കാം. വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി. അതിലേക്ക് സന്ദീപ് എടുക്കുവാൻ സൈനിങ് ഓഫ്.